കുറുന്തോട്ടിക്ക് വാദം പിടിച്ചു എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം എല്ലാ സ്ഥലത്തും വെള്ളം കൊടുക്കുന്നതും വെള്ളപ്പൊക്കം വന്നാൽ സഹായിക്കുന്നതും നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ താലൂക്ക് ഓഫീസിൽ വെള്ളമില്ല, 3 മാസമായിട്ട് വെള്ളമില്ല. അവിടെ 90% സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. ഇവരൊക്കെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരല്ലേ, അവർക്കാണ് വെള്ളമില്ലാത്തത്. വനിതകളൊക്കെ ഡെപ്യൂട്ടി തഹസിൽദാർമാരൊക്കെ വന്ന് വളരെ വിഷമമായിട്ട് പറഞ്ഞു, അവർക്ക് വീട്ടിൽ നിന്ന് ഒരു വെള്ളം കൊണ്ടുവരിക. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം താലൂക്ക് ഓഫീസിന് മുൻപിലാണ്. ഇവിടെ 3 മാസത്തോളമായി വെള്ളമില്ല എന്നുള്ള പരാതിയാണ് ഉയർന്നു വരുന്നത്. എന്തായാലും നിരവധി ജീവനക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്തെ താലൂക്ക് ഓഫീസ്. അവിടെയാണ് 3 മാസത്തിലധികമായി ഇത്തരത്തിൽ കുടിവെള്ളം പോലും എത്താത്ത സാഹചര്യം ഉള്ളത്. വാട്ടർ അതോറിറ്റി ഇത് നന്നാക്കാനുള്ള പരിശ്രമങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു. എങ്കിലും ഇതുവരെയും 3 മാസത്തോളമായി വെള്ളമില്ല എന്നുള്ള പരാതിയാണ് ജീവനക്കാർ ഉന്നയിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു താലൂക്ക് ഓഫീസിന് ഉൾവശത്താണ് ഉള്ളത്. അവർ ഉച്ചഭക്ഷണം ഉൾപ്പെടെ കഴിക്കുന്ന സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ നിരവധി ക്യാനുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം തന്നെ പണം കൊടുത്ത് ജീവനക്കാർ വാങ്ങിയതാണ്. കാരണം ഇവിടെ ബാത്റൂമിൽ പോകാൻ പോലും വെള്ളം ഈ ഒരു പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ് എന്നാണ് ജീവനക്കാർ പറയുന്നത്. ഇവിടെ ഒരു പൈപ്പുണ്ട്, ഇവിടെ ഉൾപ്പെടെ വെള്ളമില്ലാത്ത സാഹചര്യമാണുള്ളത്. ഈ പൈപ്പിൽ ഉൾപ്പെടെ 3 മാസത്തോളമായി വെള്ളമില്ല. ഇവിടെ കളക്ടർ ഉൾപ്പെടെ വെള്ളം എത്തിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടപടിയെടുത്തിരുന്നു. അതിന് പിന്നാലെ ഈ ഒരു താലൂക്ക് ഓഫീസിന് മുൻവശത്തായി ഒരു പൈപ്പ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് ആ പൈപ്പിൽ പോലും വെള്ളം നിലവിലെത്തിയിട്ടില്ല എന്നാണ് ജീവനക്കാർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇത് പുരുഷന്മാരുടെ ടോയ്ലറ്റാണ്. ഇവിടെ അടക്കം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ചെറിയ രീതിയിൽ വെള്ളം വരുന്നുണ്ട്. എങ്കിലും 3 മാസത്തോളമായി ഇവിടെ വെള്ളമില്ല എന്നുള്ള പരാതിയാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ജീവനക്കാർ ഏറെ പ്രതിസന്ധിയിലാണ് ഇവിടെ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ സ്ത്രീ ജീവനക്കാരെ സംബന്ധിച്ചെല്ലാം തന്നെ അവർ ബാത്റൂമിൽ പോകുവാനായി വീട്ടിൽ നിന്നും വെള്ളം കൊണ്ടുവരേണ്ട സാഹചര്യമാണ് എന്നാണ് ജീവനക്കാർ നമ്മളോട് പ്രതികരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിസന്ധിയാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ ഇതുവരെയും ഇവിടുത്തെ വാട്ടർ അതോറിറ്റി, തലസ്ഥാനത്തെ വാട്ടർ അതോറിറ്റി തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കളക്ടർ ഉൾപ്പെടെ ഇടപെട്ടതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി, അതായത് നിരവധി ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ് തലസ്ഥാനത്തെ താലൂക്ക് ഓഫീസ്, എന്നിട്ട് പോലും ഇവിടെ കുടിവെള്ളം പോയിട്ട് ബാത്റൂമിൽ പോകുവാനുള്ള വെള്ളം പോലും ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇതുവരെയും വാട്ടർ അതോറിറ്റി യാതൊരുവിധ അക്ഷരമോ ഒന്നും തന്നെ മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാത്തത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഇത് ഏറ്റവും വിചിത്രമായ കാര്യം കുറുന്തോട്ടിക്ക് വാദം പിടിച്ചു എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം എല്ലാ സ്ഥലത്തും വെള്ളം കൊടുക്കുന്നതും വെള്ളപ്പൊക്കം വന്നാൽ സഹായിക്കുന്നതും നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസാണല്ലോ താലൂക്ക് ഓഫീസ്. കളക്ടറേറ്റ് നമ്മൾ പറയുമെങ്കിലും താലൂക്കുകാരാണ് എല്ലാം ചെയ്യുന്നത്. ആ താലൂക്ക് ഓഫീസിൽ വെള്ളമില്ല, 3 മാസമായിട്ട് വെള്ളമില്ല. അവിടെ 90% സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. ഏതാണ്ട് 100-ലധികം സ്റ്റാഫുണ്ട്. അവരുടെ പ്രശ്നം പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് അവർക്ക് വെള്ളം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യം വെള്ളത്തിൻ്റെ അന്ന് ഓർക്കുന്നുണ്ടാവും. പക്ഷെ അപ്പോഴും എനിക്ക് ഈ താലൂക്ക് ഓഫീസിൽ വെള്ളമില്ല എന്നുള്ള വിഷയം അറിയില്ലായിരുന്നു. അപ്പോൾ താലൂക്ക് ഓഫീസിലും കൂടെ വെള്ളമില്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥിതി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഇപ്പോൾ ഞാൻ മിനിസ്റ്ററെ വിളിച്ച് കിട്ടിയില്ല, അദ്ദേഹം തിരിച്ചു വിളിക്കുമായിരിക്കും. എന്തായാലും പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. സംസാരിച്ചു. ഇവരെല്ലാം ഉദ്യോഗസ്ഥന്മാരാണല്ലോ, ഇവരൊക്കെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരല്ലേ, അവർക്കാണ് വെള്ളമില്ലാത്തത്. വനിതകളൊക്കെ ഡെപ്യൂട്ടി തഹസിൽദാർമാരൊക്കെ വന്ന് വളരെ വിഷമമായിട്ട് പറഞ്ഞു, അവർക്ക് വീട്ടിൽ നിന്ന് ഒരു വെള്ളം കൊണ്ടുവരിക. മനസ്സിലായോ? 1-2 ബോട്ടിലില്ല. ഇതാണ് അത് ഞാൻ പറഞ്ഞില്ല എന്ന് മാത്രം. അതാണ് സ്ഥിതി. അത്രയേ ഉള്ളൂ. പരിഹരിക്കണം. ഇപ്പോൾ ഇന്നലെ തുടങ്ങിയല്ലോ 3 മാസമായിട്ട് അവർ ഞാനിതിനകത്ത് ഈ പ്രശ്നമുള്ളത് എനിക്കറിയില്ലായിരുന്നു. പുറത്തുള്ള പ്രശ്നമൊക്കെ അറിയാം. ചെങ്കൽച്ചൂളയിലില്ല, കരിമണം കോളനിയിൽ വെള്ളം കയറുന്നില്ല. ഇവിടെ ആ ഫോർട്ട് വാർഡ് തെരുവിൽ അവർക്കാണെങ്കിൽ അവിടെ കുഴൽക്കിണർ കുത്താനോ വാട്ടർ ടാങ്ക് ഉണ്ടാക്കാനോ ഒന്നും പറ്റൂല്ലല്ലോ.
എവിടെയും ഈ മണ്ഡലത്തിൽ എവിടെയും വെള്ളമില്ല. അതാണ് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത്. എന്തായാലും മറ്റ് ജില്ലകളിൽ നിന്നും ഉൾപ്പെടെയുള്ള ജീവനക്കാരാണ് ഈ താലൂക്ക് ഓഫീസിൽ ജോലി ചെയ്യുന്നത്. കൊല്ലം ജില്ലയിൽ നിന്നും ഉൾപ്പെടെ ദിവസം വന്നു പോകുന്ന ജോലിക്കാർ ഉൾപ്പെടെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവർ വീട്ടിൽ നിന്നും വരുമ്പോഴാണ് ബാത്റൂമിലേക്ക് ഉള്ള വെള്ളം കൊണ്ടുവരുന്നത് എന്നാണ് ജീവനക്കാർ നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് വാട്ടർ അതോറിറ്റി ഇത്തരത്തിലൊരു നിരുത്തരവാദപരമായ നടപടി സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത്. 3 മാസമായി ഇവിടെ വെള്ളമില്ലായിട്ട് ജീവനക്കാരുടെ അവസ്ഥ വളരെ വലിയൊരു ദയനീയ അവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന മറ്റ് ജനങ്ങൾ അവർക്ക് ഉൾപ്പെടെ ഈ ഒരു ബാത്റൂമിൽ കയറുവാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത സാഹചര്യം. നേരത്തെ ആ ജീവനക്കാരൻ നമ്മളോട് പറഞ്ഞതുപോലെ ഈ 3 മാസത്തിന് അടുത്തായി അവർ വെള്ളം വാങ്ങിയത് ഏകദേശം 25,000-ഓളം രൂപ കൊണ്ടാണ് എന്നുള്ളതാണ്. എന്തായാലും സർക്കാർ സ്ഥാപനത്തിൽ തന്നെ ഇത്തരത്തിൽ വളരെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഏറെ ഖേദകരമായ കാര്യം തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഈ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കണം എന്നുള്ളതാണ് നമ്മുടെയും ആവശ്യം. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.